ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് കുറേ പരിപാടികളൊക്കെ സ്കിപ്പ് ചെയ്തു. ഇപ്പം ഞാനൊന്ന് കാലത്ത് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് മദ്രസയിൽ റേഞ്ച് കാരണം മദ്രസ അവധിയാണ് കേട്ടോ. അപ്പോൾ ആൾ എണീറ്റിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വിളിക്കണം. സ്കൂളിൽ നിന്ന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിന്നൂസും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. മിന്നൂസും നല്ല ഉറക്കമാണ്. ഇടയിലൊന്നിങ്ങനെ എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും തൊട്ടിയിൽ കിടത്തി ഒന്നിങ്ങനെ ആട്ടി കൊടുത്തപ്പോൾ ആൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു നല്ലൊരു കാലാവസ്ഥയാണ്. ഒന്നും മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് രാവിലെ കുറച്ചൊരു വെളിച്ചം വെച്ച പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഷാന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞതായിരുന്നു. സ്കൂളില്ല അമ്മച്ചി, ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതങ്ങോട്ട് വിട്ടുപോയി. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, 8 മണിയായി, വേണേക്ക്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഒരു ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് ഗൈസ് പറ. എന്നേക്ക് ഇന്ന് മദ്രസ ഇല്ലാത്തുള്ളൂ. ഇന്ന് ഏതാ എക്സാം എന്നറിയോ? ഏതാ? ഓക്കെ. എഴുന്നേറ്റ്. സംഭവം ആർക്കെങ്കിലും അറിയോ? ഇത് നമ്മളെ എന്തെങ്കിലും പാക്കറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുന്നേയൊക്കെ ഞാനിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ചെയ്യുക. അപ്പം ഞാനിതാ ഒരു പൊടിയുടെ പാക്കറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്നിങ്ങനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയെങ്കിലും ബൗളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതുപോലത്തെ ഒരു സെറ്റാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ 4 എണ്ണോ 5 എണ്ണോ എന്തോ പെയറായിട്ട് വരുന്നത്. ഇങ്ങനെ തേക്ക്, ഇങ്ങനെ നല്ല തേക്കുക. മേൽഭാഗമൊക്കെ നല്ല തേക്ക് കേട്ടോ. സ്മൈൽ പ്ലീസ്. ഉറങ്ങി തീർന്നിട്ടില്ലേ? ഇല്ലേ? ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് 10 ദിവസം പൂട്ടൂല്ലേ. അപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പം നീ ഉറങ്ങിയില്ല, നേരത്തെ എഴുന്നേക്കും. അതാണ് എല്ലാ കുട്ടികളും പ്രത്യേകതയാണ്. സ്കൂളിലെ സമയത്ത് നേരത്തെ എഴുന്നേറ്റ് വരുന്നത് അല്ലേ. വേഗം കഴിക്കട്ടോ. കണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല കഴുകട്ടോ. അപ്പം ഇന്നത്തെ കുറച്ച് പണി പറഞ്ഞു കഴിഞ്ഞാൽ ജനലിൽ കർട്ടനിൽ പൂട്ടി ലാസ്റ്റ് എല്ലാം ഒന്നിച്ച് തട്ടുള്ളൂ. ഒരു 3-4 മാസം കൂടുമ്പോൾ ഒന്ന് തുടച്ചെടുക്കുക ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ജനലിൻ്റെ കമ്പിയിലൊക്കെ നന്നായിട്ട് കണ്ടോ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പം ഇന്നത്തെ പ്രധാന ജോലി അതാണ് കേട്ടോ. 2 ഹാളിലെ പുറത്തേക്കുള്ള സൈഡിലെ ജനലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ റൂമിൽ 2 റൂമിൻ്റെ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ താഴെയൊക്കെ നന്നായിട്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂമിൽ 2 സിംഗിൾ വിൻഡോസും അതേപോലെ ഈ സൈഡിൽ ഇങ്ങനെ 3 കളി വിൻഡോ ആണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വ്യൂ നമ്മുടെ കട്ടിൽ ഇവിടെ. ഇപ്പം ഇന്നത്തെ പ്രധാന പരിപാടി അതാണ് കേട്ടോ. ഇത് ഇത്തിരി ചെറിയ റൂമും മറ്റേത് അവിടെ അപ്പുറത്ത് വലിയ റൂമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷാനയ്ക്ക് പോകാനായി അവൾ കഴിക്കുകയാണ്. അപ്പോൾ അതാ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഉപ്പുമാവെന്ന് പറയുന്നത്. ഡെയിലി ദോശ തന്നെയാണെങ്കിൽ അത്രയും സുഖം. അപ്പോൾ അതാ ചായ മദ്രസയിൽ പോകുമ്പോഴാണ് സാധാരണ പാൽ ചായ കുടിക്കാറ് കേട്ടോ. പിന്നെ ഇതുപോലെ കടിക്ക് എടുക്കുക, കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കുക ചെയ്യുക. അപ്പം ഇന്ന് മദ്രസ ഇല്ലാത്ത കാരണം ഇപ്പോഴല്ലേ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ രാവിലത്തെ കാലിച്ചായ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ.
ഇപ്പം മിന്നൂസ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പോയി എടുക്കട്ടെ. ആരവിടെ? ആരവിടെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താത്തേ, താത്ത കഴിക്കാണ്. എഴുതേക്കാ. എഴുന്നേറ്റിട്ടുണ്ട്. താത്ത എവിടെ? താത്തനെ കാണുന്നുണ്ടോ? താത്ത എവിടെ? താത്ത എവിടെ? താത്ത എവിടെ? ഇതാ താത്ത. പോവാ, ചേച്ചി കഴിക്കാൻ പോവാ. നാളെ വരുന്നു മിന്നൂസിന്. മിന്നൂസേ, അതാ ദാ 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 ദാ. ആ മിന്നൂസ് മമ്മ തിന്നാണ് പറയും. ഒരു മണിക്കൂറായി ഒരാൾ ഇവിടെ കഴിക്കാനിരിക്കുന്നു. എന്തെങ്ങാനും കഴിയോ? 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. മിന്നൂസേ, കഴിക്ക്, കഴിക്ക്. രാവിലെ പോകുമ്പോ രാവിലെ പോകുമ്പോൾ തല നനക്കാറില്ല കേട്ടോ. കാരണം അത് പിന്നെ കെട്ടി വെക്കുമ്പോൾ അത് ഉണങ്ങാതെ കെട്ടി വെക്കല്ലേ. അപ്പൊ വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ തല നനച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം. മിന്നൂസേ, കഴിക്ക്. ഫോൺ അടിക്കണ്ടോ? ടേബിളിലാണല്ലോ. കഴിക്ക് പെണ്ണ. ഇല്ല, അവിടെ ആളുടെ ടേബിളിലല്ലേ. താത്ത ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോരെ പോരെ. എന്താ മിന്നൂസിന്റെ കയ്യില്? മിന്നൂസേ, പശ തിന്നാണ്. ഒന്ന് കഴിയോ? ഇതല്ല അന്ന് വീണ് പൊട്ടിയത്, ശരിയാക്കിയതില്ലേ? കഴിഞ്ഞോ? മിന്നൂസേ, മിന്നൂസേ, നീ ആരെന്നെ കാത്തിരിക്കുന്നു? താത്ത പോണത് കാത്തിരിക്കുക. അവിടെ ഒന്ന് തുടക്കി, ഈ സൈഡിൽ അവിടെ ഇവിടെ മുടി ഒന്ന് ഇങ്ങനെ ആക്ക്. നാളെ ഷൂടാട്ടോ. ടൈറ്റ് അല്ലേ, പിന്നെ എങ്ങനെ നീ ഇട്ടിരിക്കുന്നത്? ടൈറ്റ് ഇല്ലേ? എക്സാമില് ക്വസ്റ്റ്യനൊക്കെ ടീച്ചർ വായിച്ചു തരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. 12:15 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടീൻ്റെ അവിടെ വന്ന് നിൽക്കണം. വണ്ടി ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ അവിടെ ഇരിക്കണം കേട്ടോ. വേറെ എവിടേക്ക് പോകരുതേ. ഇതെന്താ നീ കാട്ടിക്കണേ? ഇതെന്താ ഇവിടെ? അമ്പളാ. മിന്നൂസേ, താത്ത എവിടെ? താത്ത 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 താത്ത. വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഷാന സ്കൂളിൽ പോയിട്ടോ. ഇത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ കഴിക്കാതിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ അവളുള്ളപ്പോൾ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. മിന്നൂസിന് വേഗം കൊടുത്ത് കഴിയുകയാണെങ്കിൽ, ഇപ്പം ഇന്ന് മിന്നൂസിന് വേഗം കൊടുത്തൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കാനിരുന്നത് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഉപ്പുമാവിലേക്ക് ചായ വേണം, അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ കറി വേണം. അപ്പം ഇന്ന് ചായ അതിന് മുന്നേ കുടിച്ച് തീർത്തുകൊണ്ട് ചായ ഇല്ല, കറി ഒഴിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അതാ മിന്നൂസ് ഇവിടെ കിടന്ന് ഉണ്ടോ, ഇവിടെ ഇരിക്കുകയാണ്. അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിനും അവൾ ഉറങ്ങും.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടികൾ. ഇപ്പോൾ പിന്നെ രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം എക്സാം ആയതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ ഷാന പോയതിന് ശേഷമാണ് ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കുക കേട്ടോ. അപ്പം ഈ കറി ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. അപ്പം അത് ഉച്ചയ്ക്കുണ്ട്, നൈറ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട്. പിന്നെ ഇതാ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതൊക്കെ ഒന്ന് വേഗം മടക്കി വെച്ചു. അപ്പോൾ പിന്നെ അധികം കൂട്ടിയിടാനാക്കില്ല. മറ്റേത് ഇതാ ഈ ഒരു ചെയറിലിങ്ങനെ കുന്നു കൂട്ടിയിടും കേട്ടോ. ഇന്ന് മടക്കാം നാളെ മടക്കാം പറഞ്ഞിട്ട് ആ ചെയറിൻ്റെ ആ ഒരു എൻഡ് വരെ മുട്ടുന്ന വരെ അവിടെ ഇടും. പിന്നെ അങ്ങനെയല്ല, വേഗം കൊണ്ട് 2 എണ്ണം കൊടുന്നിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് വേഗം മടക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതാ മിന്നൂസ് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ ഇരുന്ന് ഇപ്പോഴും ടി വി കാണൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ മടക്കുന്ന നേരം ടി വി ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കൊടുത്തതാണ്, അപ്പോൾ എന്നെ കാണും ചെയ്യാം, എൻ്റെ പരിപാടിയും നടക്കുമല്ലോ. പിന്നെ വേഗം ഇതൊക്കെ അലമാരയിൽ കൊണ്ടുവച്ചിട്ട് മിന്നൂസിനെ ഉറക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പം അധികം വൈകിപ്പിക്കാതെ കാണിച്ചു തരാം എന്താണെന്ന് കേട്ടോ. ഇതാണ് അപ്പോൾ ഇതൊരു അടിപൊളി ബൂട്ടാണ് വരുന്നത് കേട്ടോ. ഇതിനൊരു ഭംഗി കൊടുക്കുന്നത് ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ചെയിൻ തന്നെയാണ് കേട്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം കാണിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പം ഞാനിത് ഷാനയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുണ്ടല്ലോ ഇവിടെ നമുക്ക് മുഴുവനായിട്ട് സിബാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ടില്ലേ, ഇത് ലെതർ ടൈപ്പാണ്, കുറച്ച് ഹീലുണ്ട്. ആളിത്തിരി ആയിട്ടുള്ള കാരണം ഇത് ഒന്നുകൂടെ ഇട്ടപ്പോൾ ഒന്നുകൂടെ ഹീൽ കൂടിയിട്ടോ. കാരണം ബൂട്ടൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഹീൽ ഉണ്ടാകുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇപ്പം അതിൽ വെച്ച സമയത്ത് ഇങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാനിതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി, കാരണം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങുക. ഒന്നും കൂടെ ടൈറ്റ് ഫിറ്റിൽ നിൽക്കുമ്പോഴാണ് ബൂട്ട് അണിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് 4 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് ചാർട്ട് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടാപ്പ് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക കാലിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് എത്ര ഇഞ്ചസിൽ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കതിൻ്റെ സൈസ് നോക്കിയിട്ട് അവരിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായി പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരുപാട് നടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ ഇതിന് പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ അല്ലാതെ ഒന്ന് അവിടെ പോവുക, ഇറങ്ങുക, ഇത്തിരി നടക്കുക, കുട്ടികളല്ലേ, അവർക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു ഭാഗങ്ങളിലൊക്കെ ഇത് ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഫംഗ്ഷന് കാര്യങ്ങൾ ഒരുപാട് നടക്കേണ്ട സിറ്റുവേഷനിലൊക്കെ കൂടുതൽ അവർക്കിത് ഇട്ട് കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം എന്തെങ്കിലും കാലം ഇനിയിപ്പം അവർ അത്ര കംഫർട്ടായിട്ട് നടക്കാൻ ആയിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ കാലം എന്തെങ്കിലും തെന്നൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു 452 രൂപ എന്തോ ആണ് കേട്ടോ ഈ ഒരു പെയറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറെയും 2 കളർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. എനിക്കൊന്നും കൂടി ഈ ബ്ലാക്കിലൊരു ഗോൾഡൻ്റെ ചെയിനൊക്കെ വരുമ്പോൾ ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് തോന്നിയതാണ്. പിന്നെ ബ്ലാക്ക് നമുക്ക് ഏത് ഡ്രസ്സിലേക്ക് വേണമെങ്കിലും പെയർ ചെയ്യാമല്ലോ. അപ്പോൾ അവളുടെ ഷൂസ് വാങ്ങിച്ചിട്ടൊരു 2 വർഷത്തോളമായിട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റും കാര്യങ്ങളാണ്. ഇപ്പോൾ അവൾ സ്കൂൾക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം സ്കൂൾക്ക് ഇടാനൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും നടക്കില്ല, കാരണം സ്കൂളിലൊക്കെ നമുക്ക് ഒരുപാട് നേരം നടക്കാൻ ഒക്കെ ഉള്ളൊരിതല്ലേ. അപ്പോൾ എന്തായാലും ഇത്ര ഹീൽ വെച്ചിട്ട് നടക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പിന്നെ ഇപ്പോൾ ഒക്കെ വരാനായിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിടാമല്ലോ. അപ്പോൾ ഇതാ എനിക്കിതുപോലത്തെ ബൂട്ട് വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിത്ര ഹീല് നോക്കില്ല കേട്ടോ. ഹീല് കുറഞ്ഞ ടൈപ്പ് ബൂട്ടുകൾ വരില്ലേ, അതായിരിക്കുമല്ലോ ഒന്നും കൂടെ നമുക്ക് നല്ലത്. കാരണം ഇവൾക്ക് അത് ഷാനയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഹീലുള്ള ടൈപ്പ് എടുത്തത് കേട്ടോ. ഇനിയിപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഹീല് കുറഞ്ഞ ടൈപ്പൊന്നും. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടുമ്പോൾ ഒത്തിരി ഹീല് നന്നായിരിക്കും തോന്നി കേട്ടോ. അപ്പോൾ ഒരു ചെറുത് വേറെ ടൈപ്പ് മിന്നൂസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൾ നടക്കാനൊന്നും ആയിട്ടില്ല, എന്നാലും
എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരികയല്ലേ, നന്നാവുകയാണെങ്കിൽ ബർത്ത്ഡേ ഒക്കെ ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ടൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോസിലായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ മീഷോ ലിങ്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മീഷോ ആണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനിയിപ്പം മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിൽ കുറച്ച് തുണികളും കാര്യങ്ങളും നല്ല നൈറ്റ് യൂണിഫോമൊക്കെ ഉള്ള കാരണം നല്ല നൈറ്റാണ് അലക്കിയിട്ടത് കേട്ടോ. അപ്പോൾ അത് മെഷീനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പോയിട്ട് വിരിച്ചിടണം. പിന്നെ ഇന്നലെ വൈകുന്നേരം ടെറസിൻ്റെ മേലെയൊക്കെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ പൂപ്പൽ അതൊക്കെ ഉണങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് മണൽ കാര്യങ്ങളൊക്കെ അടിച്ചു വാരിയിട്ട് ഈ സൈഡിലേക്ക് ഇട്ടിക്കണം. അപ്പോൾ ആ സൈഡിൽ കുറച്ച് ഇലയും കച്ചറയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു വരണം. ഇപ്പോൾ എന്തായാലും അടിച്ചു വരാൻ പറ്റില്ല, കാരണം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി അത് വൈകുന്നേരം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കർട്ടൻ ഇട്ടേക്കണം. ഞാൻ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെളിച്ചം കിട്ടും കേട്ടോ, കാരണം അവിടെ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ബെഡിക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കർട്ടൻ ഇട്ടേക്കണം കേട്ടോ. പിന്നെ വേഗം അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ മിന്നൂസിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുക്കട്ടെ. ഇന്നിപ്പം ഒരു തണുപ്പ് അല്ലെങ്കിൽ മഴ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഷീറ്റിൻ്റെ അടിയിലിട്ടാൽ തന്നെ വേഗം ഉണങ്ങി കിട്ടും. അവളുടേത് പിന്നെ ഞാൻ അലക്ക് കല്ലിലാണ് കേട്ടോ, മെഷീനിലിടാറില്ല. എന്നിട്ട് അലക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഉണക്കാൻ മാത്രം ഒന്ന് മെഷീൻ യൂസ് ചെയ്യുള്ളൂ. അതൊക്കെ മെഷീനിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കളറൊക്കെ മറ്റു ഡ്രസ്സിൽ നിന്നൊക്കെ കളറൊക്കെ പിടിക്കും. നല്ല ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളറൊക്കെ പിടിക്കില്ല. ഒരു 2 ദിവസം കൂടുമ്പോൾ തന്നെ കേട്ടോ മെഷീനിൽ ഡ്രസ്സ് ഇടുള്ളൂ. കാരണം വെറുതെ ഇങ്ങനെ ഓടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മെഷീനിൽ ഫുള്ളായിട്ട് കുത്തി നിറച്ചിടൂല കേട്ടോ. ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരുപാട് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എപ്പോഴും കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ ഷാന പോയ പാടെ വന്നിട്ട് എടുത്തിട്ട് ഞാൻ വിരിച്ചിടാറാണ് കേട്ടോ. ഇന്നിപ്പം എന്തോ ഒരു മൂഡിൽ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു പണിയും നടക്കില്ല. ഞാൻ മാക്സിമം കാലത്ത് ഫോണൊക്കെ മാറ്റി വെക്കാറാണ് ചെയ്യുക കേട്ടോ. കാരണം ഫോൺ തൊട്ട് കഴിഞ്ഞാൽ അന്നത്തെ പണി ഒന്നും നടക്കൂല. അപ്പോൾ ഒരു റീൽസ് കണ്ട് അടുത്ത റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം മിന്നൂസ് ഉറങ്ങിയപ്പോൾ പിന്നെ അവിടെ റൂമിലിരുന്ന് ഫോണിലൊന്ന് തിരിപ്പിടിച്ചു, അതാണ് ഉണ്ടായത്. പിന്നെ കറിക്ക് ഉച്ചയ്ക്കൊന്നും നോക്കണ്ട, ഇനി നൈറ്റ് നോക്കിയാൽ മതി കറിക്ക്. അതാണ് വലിയ ടെൻഷനില്ലാത്തത്. എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു തോർത്തിൽ കണ്ടില്ല, ഷാനയുടെ തോർത്താണ് കേട്ടോ. അത് അവൾ കളറെന്തോ താഴെയോ കയ്യിലെന്തോ പോയപ്പോൾ ഉള്ളത് കൊണ്ട് തുടച്ചേക്കാണ്. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കി ഇങ്ങനെ ചെറുതായിട്ട് മങ്ങിപ്പോണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതേ ദിവസത്തെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. വേസ്റ്റ് നമ്മൾ ഈ ഭക്ഷണം അല്ലെങ്കിൽ രാവിലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കും. കണ്ട ഒരു ബക്കറ്റ് ഇരിക്കണം. അപ്പോൾ അതിലാണ് നമ്മൾ കൊണ്ടുപോയി ഇടാറ് കേട്ടോ. അപ്പോൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കഞ്ഞിവെള്ളം എടുക്കാൻ വരുന്ന ആളത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമുക്ക് ഭക്ഷണം വേറെ എവിടെയും ഇട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ അതൊക്കെ ഒന്ന് വേഗം കൊണ്ടുപോയിടട്ടെ. കഴിഞ്ഞോ? പണികൾ കഴിഞ്ഞോ?
ഈ ഒരു കർട്ടൻ ഇവിടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ വെയിലായി കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു സീറ്റിന് മുകളിൽ നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു ടൈമായി കഴിഞ്ഞാൽ നമ്മളിതങ്ങോട്ട് താഴ്ത്തിയിടുക ചെയ്യുക. ഇനിയിപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പൊക്കി വെക്കാം. ഇപ്പം രാവിലെ ഷാന സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകാത്ത കാരണം രാവിലെ വെക്കില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കട്ടെ. മിന്നൂസ് ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ, എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 12 മണി 11:50 ഇനി വേഗം വെച്ച് കഴിഞ്ഞാൽ മിന്നൂസ് എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കിനും നമ്മുടെ ചോറായി കിട്ടും. അപ്പോൾ ഇവിടെ പിന്നെ ഞങ്ങളെല്ലാവരും റേഷനരിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം അതേ പറ്റുള്ളൂ എല്ലാവർക്കും. ഇക്ക എന്താ പറയുക, നമ്മുടെ ജയരി അതൊക്കെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ കൂടിയപ്പോൾ ആൾക്കും ഈ റേഷനരി ചോറിനോടായി താല്പര്യം. അപ്പം അതുകൊണ്ട് നല്ല കഴുകണം കേട്ടോ. ഇതിപ്പോൾ ഉച്ചക്കത്തേന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നൈറ്റ് നമ്മൾ പിന്നെ അരിയിടുക ചെയ്യുക. കാരണം ഈ ഒരു റേഷനരിയുടെ പ്രത്യേകത പറഞ്ഞാൽ കണ്ടില്ല, ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കേട് വരും. എന്ന് വെച്ചാൽ കേട് വരുമൊന്നുമില്ല, എന്നാലും പിന്നെ വേഗം അധികം വേവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ 2 നേരം വെക്കുക ചെയ്യാം കേട്ടോ. കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിൽ, അത് കഴിഞ്ഞ് ഒരു കൂടിയാലൊരു 5 മിനിറ്റ് അത്ര സമയം വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു ഓട്ടപാത്രമല്ലേ, അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ഒരു ചെമ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം. പിന്നെ അതിങ്ങനെ തിളച്ച് പോകുന്നതൊക്കെ നോക്കി നിൽക്കണ്ടേ. ഇതപ്പോൾ പ്രശ്നമില്ല, ഒരു വിസിലങ്ങോട്ട് വന്നാൽ സാധനം സെറ്റായി. ഒരു വിസിൽ വന്നിട്ട് ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പായസമാക്കി കുടിക്കാം. അതാണ് ഈ അരിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളൊരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും വേഗം എടുത്താൽ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് അന്നേക്ക് പിന്നെ നല്ല കഞ്ഞിയൊക്കെ ആക്കി കുടിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ കൂടെ നിൽക്കണം. ആ വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റ് നമുക്ക് ഇതിനോടുള്ള ഒരു മൈൻഡ് വരണം കേട്ടോ. ചെറുതായിട്ടേ വിഷപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തേങ്ങ പൊളിച്ചിട്ടുണ്ട്. തേങ്ങയുടെ വലുപ്പം നോക്കാം. അത് കേടാണെന്നൊന്നും അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. കേടൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി തേങ്ങയാണ്. അതെന്താണ് കാണിക്കുന്നതെന്നൊന്ന് കണ്ടോളൂ കേട്ടോ. പെട്ടെന്ന് വിശപ്പ് വന്നാലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് രാവിലെ ഷാന പോകാൻ നേരത്ത് കുറച്ച് ഉപ്പുമാവ് കഴിച്ചതല്ലേ, അപ്പം അപ്പോഴേക്കിനും വിശപ്പായി കേട്ടോ. കഴിക്കാൻ പോണ ഐറ്റത്തിലോട്ടുള്ളൊരു മെയിൻ ഐറ്റമാണ് കേട്ടോ തേങ്ങ.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ് ഇതിലത്തെ മെയിൻ ഐറ്റം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റം എടുത്തിട്ട് വരാം. ഇതാണ് ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. തേങ്ങയല്ല, അതതിൻ്റെ സൈഡാണ്. കണ്ടോ, മട്ട റോസ്റ്റ് അവിയൽ. അപ്പം അവിലാണ്. അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞാൽ വേഗത എടുക്കുക, കുഴക്കുക, കഴിക്കുക. ഈ 2 മാത്രം ഉണ്ടായതുകൊണ്ട് ആയില്ല കേട്ടോ. പഞ്ചസാരയാണ് മെയിൻ ഐറ്റം. അപ്പം എനിക്ക് ശർക്കര പറ്റില്ല, പഞ്ചസാരയുടെ മധുരം തന്നെ വേണം കേട്ടോ. പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, പൊട്ടിച്ച് ഇട്ടിട്ടില്ല കേട്ടോ അതിലോട്ട്. ഈ ഒരു സ്പൂണിന് 2.5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അതിൻ്റെ മധുരവും തേങ്ങയുടെ മധുരവും ഒക്കെ കൂടി വരണ്ടേ. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് കൈ വെച്ച് തന്നെ കുഴക്കുക. ഇതിൽ സ്പൂണൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. നല്ല അങ്ങോട്ട് ഞെരടി കുഴക്കണം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങാപ്പാലൊക്കെ അധികം ഇങ്ങോട്ട് മിക്സായിട്ട് ഒരു കുതിർന്ന പോലെയാവും. പിന്നെ ഇതിൽ നമ്മൾ ചില ആൾക്കാരുണ്ട് ചായ, വെള്ളം അതൊക്കെ ഒഴിക്കുക. അതിൻ്റെ ആവശ്യമില്ല. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നല്ല അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കൊതി കൂടണ്ട. എല്ലാവരും പോയിട്ട് പെട്ടെന്ന് വിശക്കുകയാണെങ്കിൽ ഇതുപോലെ ലൂസിൽ അവിൽ കിട്ടും. അതുപോലെ പാക്കറ്റ് അതൊരെണ്ണം വാങ്ങിച്ച് വെക്കുക. തേങ്ങ അത് മെയിൻ വീട്ടിലുണ്ടായാൽ മതി. പിന്നെ പഞ്ചസാര പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ സ്റ്റോക്കായിരിക്കും. അത് 3 ഇട്ട് കുഴച്ചിട്ട് നമ്മളുടെ ആക്കി കഴിക്കാം. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. എന്ത് അവില് കുഴച്ചായിരുന്നു? ഞാൻ അവില് കുഴച്ച് തിന്നല് കഴിഞ്ഞു. വേണം, അത് മതിയോ? ഇപ്പം ചോറ് തിന്നാനായി. ചോറ് തരാം. അവില് കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ. അപ്പം ഇപ്പം ഷാന എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവൾക്കും അവില് വേണം പറഞ്ഞിരിക്കാം. അപ്പം ഞാൻ നേരത്തെ കുഴച്ച അവില് മുഴുവൻ ഞാൻ തന്നെ തിന്ന് തീർത്തു കേട്ടോ. വേറെ ഉണ്ടാക്കട്ടെ. തേങ്ങ കുറച്ചെടുത്തിട്ടുള്ളൂ. ഷാന, ഏതിലാ വേണ്ട? അവളൊരു ഏത് പാത്രത്തിലാട്ടുണ്ട്? ചെറിയൊരു പാത്രം തുറക്ക, അതിലിട്ട് കൊടുക്കണം. അത്ര കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ. ഇതിലെങ്ങനെ കഴിക്കുക? കണ്ട ഈ ഒരു കുഞ്ഞു പാത്രത്തിലേ സ്പൂണും കൊണ്ട് കഴിക്കാൻ പറ്റുമോ? മതിയോ? എന്തിനതായിട്ട് ബാക്കി ആക്കണം? അതിലിട്ടരാ. ഇതവിടെ കളയാതെ കഴിക്കട്ടോ. ഇപ്പം അതാ കണ്ടോ, ഈ ഒരു ബൗൾ നിറയണ്ട കേട്ടോ. ഇപ്പം ചോറ് വേണോ ചോദിച്ചപ്പോൾ അത് വേണ്ട, ഇപ്പം വിശപ്പാത്ര. അപ്പം ഇത് കഴിക്കാനുള്ള വിശപ്പാണെന്നാണ് പറയണത്. കളയണ്ട. ഇതാ മിന്നൂസിന് തോളുമാമ തരട്ടെ? താത്ത അവില് തിന്നണ നോക്കിയിരിക്കുക. താത്ത അവില് തിന്നുമ്പോൾ കാണുന്ന വീഡിയോ ഏതാന്ന് കാണണ്ടേ? പുള്ളോത്തി അല്ലേ? പുള്ളോത്തിൻ്റെ ഫാനാണ് കേട്ടോ ഷാന. മിന്നൂസേ ബാ, മമ്മ കഴിക്കാം വാ.
ഇപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഏകദേശം ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ഏകദേശം അല്ല, കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വീഡിയോ അവസാനിപ്പിക്കാം. എന്താ പരിപാടി? പെരുകത്തിലൊക്കെ പൗഡർ ഉണ്ട് കേട്ടോ, ഒക്കെ തുടയ്ക്കും. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.